രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ചർച്ചയ്ക്കോ വിട്ടുവീഴ്ചയ്ക്കോ ഇല്ലെന്ന നിലപാടിൽ ഉറച്ച കേരള കോൺഗ്രസ് എം. പാർട്ടി ചെയർമാൻ ഒഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കണം. അക്കാര്യത്തിൽ നേരത്തെ ധാരണയുള്ളതിനാൽ ഇനി ചർച്ച വേണ്ടതില്ല. സിപിഐക്ക് സീറ്റ് നൽകണോ വേണ്ടോ എന്ന് സിപിഐയും തീരുമാനിക്കട്ടെ എന്നുമാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തിയ കേരള കോൺഗ്രസ് എം ഒരു രാജ്യസഭാ സീറ്റും കൊണ്ടാണ് വന്നത്. UDFന് ലഭിച്ച സീറ്റ് പാർട്ടി രാജിവെച്ചപ്പോൾ അത് ഇടതുമുന്നണിക്ക് ലഭിക്കുകയായിരുന്നു. മുന്നണി മാറുമ്പോൾ തന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ധാരണയുണ്ടായിരുന്നുവെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം അവകാശപ്പെടുന്നത്. നേരത്തെ ധാരണയുണ്ടാക്കിയ കാര്യത്തിൽ വീണ്ടും ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. ധാരണയിലെത്തിയ വിഷയത്തിൽ ചർച്ചയുടെ ആവശ്യമില്ലെന്നതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും കാര്യമില്ലെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറച്ച സമീപനം. സിപിഐക്ക് സീറ്റ് നൽകണമോ വേണ്ടയോ എന്നത് CPMന് തീരുമാനിക്കാം. അതിൽ ഇടപെടാനില്ല. നല്ല ബന്ധം പുലർത്തിപ്പോരുന്ന CPIയുമായി പരസ്യ തർക്കത്തിനുമില്ല. എന്നാൽ തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കാനുമില്ല. ഇതാണ് കേരള കോൺഗ്രസ് പരമോന്നത നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട്. സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന CPIയുടെ വാദങ്ങളെ കേരള കോൺഗ്രസ് എം ചോദ്യം ചെയ്യുന്നുണ്ട്. CPI പ്രതിനിധി P. സന്തോഷ് കുമാറിന് രാജ്യസഭാംഗത്വം ലഭിച്ചത് CPI ഒഴിഞ്ഞ സീറ്റിലല്ല. RJD നേതാവ് ME ശ്രേയാംസ്കുമാർ ഒഴിഞ്ഞ സീറ്റാണ് സന്തോഷ് കുമാറിന് ലഭിച്ചത്. എന്നിട്ടും CPIക്ക് സീറ്റ് നൽകി. ഇപ്പോൾ ഒഴിവുവരുന്ന സീറ്റ് പാർട്ടിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു ധാരണ ഉണ്ടാക്കിയതെന്നും കേരള കോൺഗ്രസ് എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മറിച്ചായാൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ നിർബന്ധിതമാകുമെന്നും സൂചനയുണ്ട്. രാജ്യസഭാ സീറ്റിന് പകരമായി ക്യാബിനറ്റ് റാങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷസ്ഥാനം നേടുന്നതിനോട് കേരള കോൺഗ്രസ് നേതൃത്വത്തിന് വിമുഖതയുണ്ട്. രാജ്യസഭാംഗത്വം ഒഴിഞ്ഞ് ജോസ് കെ മാണി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്താൽ അധികാരമോഹിയാണെന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്നതാണ് ഈ വൈമുഖ്യത്തിന് കാരണം. റിപ്പോർട്ടർ R. ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, ആലപ്പുഴ.